അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു പരിശുദ്ധമായ റമളാനിൻ്റെ എല്ലാ ബറക്കത്തും ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റമളാൻ അനുകൂലമാക്കി തരട്ടെ. റമളാനിൻ്റെ ശഫാഅത്തുൻ അല്ലാഹു നമുക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ. നമ്മുടെ അൻവാർ ഫജറിൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷം പറയുന്ന, ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന, കട്ട സപ്പോർട്ടുമായി ദുആ എടുക്കുന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ ഒരു വേറിട്ട അധ്യായമുണ്ട്. 5 ആയത്ത്, ചെറിയ ആയത്തുള്ള അധ്യായം നമുക്കൊക്കെ മനഃപ്പാഠമാണ്. ആ പരിശുദ്ധമായ സൂറത്ത് അധ്യായം 97-ാമത്തെ അധ്യായം നമുക്കറിയാം. അതേതാ അധ്യായം? പരിശുദ്ധമായ സൂറത്തുൽ ഖദറാണ്. അതായത് ഇനി അങ്ങോട്ട് മുസ്ലിം ഉമ്മത്ത് കാതോർക്കുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ച് നാളെ ചൊവ്വാഴ്ച നോമ്പ് 20, നാളത്തെ മഗ്രിബ് വാങ്ങുവോടെ നമ്മൾ പ്രതീക്ഷിച്ച് തുടങ്ങുകയാണ് ഇപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ ആ വലിയ മഹത്വം. ആ മഹത്വം പറയുന്ന, ലൈലത്തുൽ ഖദർ ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഖദർ. അറിയാലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ആ സൂറത്ത് ഓതുന്നത് പോലും, അതാ ലൈലത്തുൽ ഖദർ ഭയങ്കര സംഭവമാണെന്ന് അള്ളാഹു പറയുന്ന ഈ സൂറത്ത് ഓതുന്നത് പോലും വല്ലാത്ത പുണ്യമാണ് എന്ന് കിതാബിൽ കാണാം. ആലോചിച്ച് നോക്കി. ലൈലത്തുൽ ഖദർ വലിയ സംഭവം എന്നല്ല ഈ പറയുന്നത്. ലൈലത്തുൽ ഖദർ വലിയ സംഭവമാണെന്ന് പറയുന്ന സൂറത്തില്ലേ, ആ സൂറത്ത് തന്നെ ഭയങ്കര സംഭവമാണ്. എൻ്റെ മഹത്വം എന്ന് ആലോചിച്ച് നോക്കി. ഈ പരിശുദ്ധമായ സൂറത്ത് യഥാർത്ഥത്തിൽ ഒരു ഐശ്വര്യവും ഖൈറും ആഗ്രഹിക്കുന്നവർ കൊണ്ട് നടക്കേണ്ട സൂറത്താണ്. ഇതെപ്പോഴെങ്കിലും ലൈലത്തുൽ ഖദറിൻ്റെ രാവ് വരുമ്പോൾ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പോസ്റ്റ് അടിക്കാനോ എന്നുള്ളതല്ല. പിന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ്. ഈ സൂറത്ത് ലിത്വലബിൽ ഗിനാ വൽ ഖൈർ, ഖൈർ ആഗ്രഹിക്കുന്ന ആളുകൾ, സമ്പത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സൂറത്ത് എടുത്താൽ മതിയെന്ന സ്വാലിഹീങ്ങളായ ആളുകൾ, സജ്ജനങ്ങൾ, അവരുടെ അനുഭവങ്ങൾ ആരിഫീങ്ങൾ പറയുന്നുണ്ട്. ഈ പരിശുദ്ധമായ സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ 41 വട്ടം മാൽ ബസ്മല, ബിസ്മിയോടുകൂടെ ഓരോ തവണയും ഓതി 41 വട്ടം പാരായണം ചെയ്തിട്ട് അള്ളാഹിനോട് ചോദിക്കുന്നത് എന്തും അള്ളാഹു തരാൻ കാരണമാകും എന്ന് പ്രിയപ്പെട്ടവരെ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാന്മാർ ആരിഫീങ്ങൾ പറയുന്നുണ്ട്. ഭയങ്കര പവറുള്ള സൂറത്താണ്. ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ സൂറത്ത് 3 വട്ടം ഓതിയിട്ട് യാത്രയ്ക്ക് ഇറങ്ങിയാൽ ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും ഈ മനുഷ്യൻ പ്രൊട്ടക്റ്റഡ് ആണ്. അള്ളാൻ്റെ കാവലിൽ മനോഹരമായി തിരിച്ചു വരും, ഒരു ചുക്കുണ്ടാകില്ല എന്ന് നമുക്ക് കിതാബിൽ കാണാം. മാത്രമല്ല ഈ സൂറത്ത് ഖുർആൻ്റെ 4-1 സമാനമാണെന്നാണ്. അതായത് ഈ സൂറത്ത് 4 വട്ടം ഓതുമ്പോഴേക്ക് ഖത്തം ഓതിയ കൂലിയിലേക്ക് ഒരാൾക്ക് കയറാൻ പറ്റും. ആലോചിച്ച് നോക്കണം. ഭയങ്കര പവറാണ് ഈ സൂറത്തിന്. മാത്രമല്ല ഈ പരിശുദ്ധമായ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ റമളാനിൻ്റെ ഫുൾ നോമ്പ് പിടിച്ച് 30 നോമ്പിൻ്റെ കൂലി. എന്നാലോചിച്ച് നോക്കി. കുറേ നോമ്പ് പിടിക്കാൻ പറ്റാത്ത സഹോദരിമാർ, അതിൻ്റെ പിടിക്കാൻ പറ്റാമെന്ന് പറഞ്ഞാൽ അവർക്ക് പീരീഡ്സിൻ്റെ സമയമാണ് പിടിക്കാൻ പറ്റിയില്ല, രോഗികൾക്ക് പിടിക്കാൻ പറ്റിയില്ല. അത്തരക്കാർക്ക് എളുപ്പത്തിൽ, അതല്ലാത്തവർക്കും പിടിച്ചവർക്കും റമളാൻ നോമ്പിൻ്റെ കൂലി കിട്ടാൻ വേണ്ടി ഏറ്റവും എഫക്റ്റീവാണ് ഏത്? സൂറത്തുൽ ഖദർ. മനസ്സറിഞ്ഞൊരു വട്ടം ഓതിയാൽ മതി റമളാൻ നോമ്പിൻ്റെ കൂലി. പിന്നെയോ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി നിസ്കരിച്ച കൂലി, 1000 മാസങ്ങളേക്കാൾ പോരിശയുള്ള രാവിൽ നിസ്കരിച്ച കൂലി അള്ളാഹു തരാൻ പോവുകയാണ്. ആർക്ക്? ഈ സൂറത്തുൽ ഖദർ ഇന്ന് ഓതുന്നവർക്ക്, നാളെ ഓതുന്നവർക്ക്, മറ്റന്നാൾ ഓതുന്നവർക്ക്, റമളാൻ കഴിഞ്ഞാലും ഈ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. റമളാൻ കഴിഞ്ഞാൽ റമളാൻ നോമ്പിൻ്റെയും ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ നിസ്കാരത്തിൻ്റെയും കൂലി കിട്ടാന്ന് പറഞ്ഞാൽ എത്ര ബെനിഫിറ്റാന്ന് നോക്കി. എന്ന് കരുതിയിട്ട് നോമ്പ് നഷ്ടപ്പെട്ടവർ ഈ സൂറത്ത് ഓതിയിട്ട് നമുക്ക് അള്ളാഹു വിട്ടണ്ടെന്നല്ല, അത് വേറെ വിഷയമാണ്. ഇനി അങ്ങനെ ചുളിവിൽ കാര്യങ്ങൾ സാധിക്കുക, അത് പറ്റൂല. അപ്പോൾ ഏതായിരുന്നാലും അത്രയേറെ ഫളിൽ ഇതിന് അള്ളാഹു തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പരിശുദ്ധമായി നമ്മുടെ ഉളു എടുത്തു കഴിഞ്ഞാൽ, അത് എപ്പോൾ ഉളു എടുത്താലും, എന്തേ ഉളു എടുത്താലും, ഉളു കഴിഞ്ഞാൽ ഈ സൂറത്ത് 3 വട്ടം പാരായണം ചെയ്യുന്നവർക്ക് വലിയ ദർജയല്ലേ. പിന്നെ അള്ളാഹുവിൻ്റെ സുദ്ദീഖീങ്ങളുടെ ദർജ 1 വട്ടം ഓതിയാൽ, പിന്നെ ശുഹദാക്കളുടെ ദർജ, അതേപോലെ തന്നെ അമ്പിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ പോകാനുള്ള ദർജ അത് അള്ളാഹു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ സൂറത്ത് വുളൂവിന് ശേഷം 3 വട്ടം പാരായണം ചെയ്യുന്നവർക്ക് വലിയ 50 കൊല്ലത്തെ ഇബാദത്തിൻ്റെ കൂലി കിട്ടും. ഈ സൂറത്ത് ഓതിയാൽ, വുളൂവിന് ശേഷം ഓതിയാൽ 3 വട്ടം മിനിമം അൽഹംദുലില്ലാ ഓതിയാൽ നല്ല ഏറ്റവും എഫക്റ്റീവാണ്. അതേപോലെ തന്നെ ഇഷ്ടമുള്ള സ്വർഗത്തിൻ്റെ വാതിലിലൂടെ സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടക്കാൻ അനുവാദം കൊടുക്കുന്ന സൂറത്താണ് വുളൂ കഴിഞ്ഞ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് എന്നെല്ലാം നമുക്ക് കിതാബിൽ ഉദ്ധരണി കാണാം. ഇനി ഒരു മയ്യത്ത് കബറടക്കുമ്പോൾ, നമ്മുടെ അപ്പയുടെ ആകാം, ഉമ്മയുടെ ആകാം, ഭാര്യയുടെ ആകാം, ആരുടെ ആകാം, മയ്യത്ത് കബറടക്കും, ഇനി നാട്ടുകാരുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മുമ്മിൻ്റെ ആയിക്കോട്ടെ, കബറടക്കുമ്പോൾ ആ കബറിൻ്റെ ഉള്ളിൽ നിന്ന്
അല്ലെങ്കിൽ ഖബറിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്ന, ഖബർ കുഴിച്ചപ്പോൾ എടുത്ത മണ്ണുണ്ടല്ലോ, ആ മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണെടുക്കുക. അത് ശരിക്കാണ്ട് കുഴച്ച് പിടിച്ചിട്ട് ഉരുട്ടി പിടിച്ചിട്ട് കയ്യിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ മണ്ണിലേക്ക് എന്ത് ചെയ്യുക? പരിശുദ്ധമായ സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ 7 വട്ടം ഓതിയിട്ട് എന്ന് പറഞ്ഞ് അതിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് ഈ ഖബറിൽ എവിടെയെങ്കിലും ആ മണ്ണ് വെച്ചാൽ ആ ഖബറിൽ അദാബുണ്ടാകില്ല എന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ സന്ദേശങ്ങൾ മഹത്തുക്കളായ ഫുഖഹാക്കൾ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭയങ്കര പവറാണ് ഈ സൂറത്തിന്. രാത്രി കിടക്കാൻ നേരം 7 വട്ടം ഓതിയാൽ ഭയങ്കരമായ ഒക്കെ പറയുന്നുണ്ട്, വിശദീകരിക്കാൻ നേരമില്ല. അപ്പോൾ പൊന്നായ സൂറത്താണ് സൂറത്തുൽ ഖദർ. അത് പതിവായി ഒരു ദിവസത്തിൽ 1 വട്ടെങ്കിലും ഓതുന്ന ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ പ്രത്യേകം മുറാദ് ഹാസിലാകാനുള്ളവർക്കാണ് ഈ 41 ഓതാൻ പറഞ്ഞിട്ടുണ്ട്, ഉദൂവിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, യാത്രക്ക് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായിട്ട് മയ്യത്ത് ഖബറിൽ വെച്ചാൽ ചൊല്ലേണ്ട രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അൽഹംദുലില്ലാ, നാളെയുടെ മഗ്രിബ് വാങ്കോടെ 21-ാം രാവ്, അതായത് റമദാൻ്റെ 3-ാമത്തെ 10, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നക അഫ്വു തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. ആ ദുആകളൊക്കെ ചെയ്യണം. പിന്നെ അവസാനത്തെ ഒറ്റയിട്ട് രാവുകൾ പ്രത്യേകം മൈൻഡ് ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള തറാവി ഒന്നും മുടങ്ങാൻ പാടില്ല. ഡെയിലി ഖുർആൻ ഓതുന്ന അല്ലെങ്കിൽ ഡെയിലി ഹദിയ കൊടുക്കുന്ന ഇനിയൊരു ശൈലി ഉണ്ടെങ്കിൽ ലൈലത്തുൽ ഖദ്ർ വാരിക്കൊണ്ടുപോവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഗ്രിബ്, ഇശാ, സുബ്ഹ് ഈ 3 ജമാഅത്തുകൾ ഇനി മുടങ്ങൂല എന്നൊരു കട്ടറി തീരുമാനം എടുക്കണം. അല്ലാഹു സഹായിക്കട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, ഇന്ന് അൽഹംദുലില്ലാ പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട ദുആ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. اللهم وفر حظي من بركاته وسهل سبيلي إلى خيراته ولا تحرمني قليلا من حسناته يا هاديا إلى الحق المبين. അല്ലാഹുവേ, റമളാനിൻ്റെ പുണ്യത്തിൻ്റെ വിഹിതം ഹല്ല് എനിക്ക് നീ പൂർത്തിയാക്കി തരണം. കുറച്ചു പോരാ, നന്മയിലേക്കുള്ള വഴി എളുപ്പാക്കി തരണം. സത്യമാർഗത്തിലുള്ള വഴി നടത്തുന്ന അല്ലാഹുവേ, റമളാനിൻ്റെ ഗുണത്തെ അല്പം പോലും എനിക്ക് നീ തടഞ്ഞു കളയരുതേ റബ്ബേ. ഈ ദുആയാണ് മനസ്സറിഞ്ഞ് ഇന്ന് നമ്മൾ ചെയ്യേണ്ട ദുആ. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന തറാവീഹ് നിസ്കാരത്തിന് ഭയങ്കര ബെനിഫിറ്റാണ്. 20-ാമത്തെ തറാവീഹാണ്. അതിനെന്താ കൂലി എന്നറിയോ? അള്ളാഹുവിൻ്റെ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ കൂലി. ഷഹീദായി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നവരില്ലേ, അള്ളാഹിൻ്റെ ഏറ്റവും വലിയ മഹാന്മാർ, അക്കൂട്ടത്തിൽ മഹത്വത്തിലേക്ക് ചേരാൻ പറ്റും ഇന്നത്തെ തറാവീഹിന്. കഴിയുന്നവരൊക്കെ മാക്സിമം മുടങ്ങാതെ നല്ല കൂലിമോഹത്തോടെ നിസ്കരിക്കുക. ചുമ്മാ നിസ്കരിച്ചു കൂടിയാൽ പോരാ, കൂലിമോഹത്തോടെ ഓർക്കണം, മുടങ്ങരുത്. അള്ളാഹു സഹായിക്കട്ടെ, വിജയിപ്പിക്കട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞു. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ആസ കേൾക്കുന്നവർക്ക് പ്രത്യേക ഖൈർ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفيها ريح